ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ്ത് സെം ബികോമിലെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു പുതിയ ചാപ്റ്റർ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, അപ്പോൾ ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ് കേട്ടോ. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതി ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത് നോക്കാം. Investigation. An investigation is a form of an examination or enquiry into the accounts of a company which have to analyzed for a specific purpose. ഓക്കെ, ഈ ഒരു സ്പെസിഫിക് പർപ്പസ് എന്നുള്ളത് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് എഴുതുമ്പോൾ നിർബന്ധമായിട്ട് എഴുതാൻ നോക്കുക കേട്ടോ. അതായത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നൊക്കെ എക്സാമിൻ ചെയ്യുമോ അല്ലാന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ആൻ ഇൻവെസ്റ്റിഗേഷൻ ഈസ് എ ഫോം ഓഫ് ആൻ എക്സാമിനേഷൻ ഓർ എൻക്വയറി ഇൻ ടു ദ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി വിച്ച് ഹാവ് ടു അനലൈസ്ഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഓക്കെ, the main objective of an investigation is to collect information or evidence about the financial activities of a business organization. അതായത് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടുള്ള എവിഡൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. അതാണ് എന്ത് പറയുന്നത്, ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ആൻ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ടു കളക്ട് ഇൻഫോർമേഷൻ ഓർ എവിഡൻസ് എബൌട്ട് ദി ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഓക്കെ, പിന്നെ the investigation involves finding out the fact of the activity and discovering the truth rather than verifying the accuracy of the accounts. അതായത് ആക്ടിവിറ്റീൻ്റെ ഫാക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട്സിലെ ആക്യുറസി വെരിഫൈ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. പിന്നെ ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ക്യാരീഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. Therefore, investigation can be considered as the special audit. അതായത് ഓഡിറ്റിനേക്കാൾ കുറച്ചുകൂടെ ഒരു പടി മുന്നിൽ നിൽക്കുന്നതാണ് എന്ത് പറയുന്നത്, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒബ്ജക്റ്റ് ഓർ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഇൻവെസ്റ്റിഗേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് എന്നുള്ളത്. ഓക്കെ, വെൻ എ പ്രൊപ്രൈറ്റർ സസ്പെക്റ്റ് ഫ്രോഡ്, അതായത് ഒരു പ്രൊപ്രൈറ്റർക്ക് തോന്നുകയാണ് ആ ഒരു ഓർഗനൈസേഷനിൽ എന്തോ ഒരു ഉഡായിപ്പ് നടക്കുന്ന പോലെ, അപ്പോൾ എന്ത് നടക്കാം, ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ഓക്കെ, പിന്നെ വെൻ എ പേഴ്സൺ ഇൻറ്റൻഡ് ടു പർച്ചേസ് ദി ബിസിനസ്, അതായത് ഒരു വ്യക്തി ആ ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ ബിസിനസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, തീരുമാനിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ ബിസിനസ്സിൻ്റെ എത്രത്തോളം ആ ബിസിനസ്സിന് ലാഭം ഉണ്ടായിരിക്കും, അതിൻ്റെ ഗുഡ് വിൽ എത്രത്തോളമാണോ ഉള്ളത്, അതിന് എത്രത്തോളം ഇപ്പോൾ ലയബിലിറ്റി ഉണ്ട്, അതിന് എത്രത്തോളം ഏണിങ് കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ അറിയാമെന്നുള്ളത് ആ പേഴ്സൻ്റെ എന്താണ്, അവകാശമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്താം ആ വ്യക്തി. പിന്നെ ഓൺ ബിഹാഫ് ഓഫ് പ്രോസ്പെക്റ്റീവ് പാർട്ട്നേഴ്സ് ടു നോ ദ ഏണിങ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്, അതായത് നിലവിലുള്ള പാർട്ട്നേഴ്സിന് ആ ഒരു ബിസിനസ്സിൻ്റെ ഏണിങ് കപ്പാസിറ്റി അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം. പിന്നെ വെൻ എ പേഴ്സൺ വിഷസ് ടു ലെൻഡ് മണി ടു ബിസിനസ്, അതായത് നമ്മുടെ ബാങ്ക് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടല്ലോ, അതായത് പൈസ കടം തരുന്ന ബിസിനസ്സിലോട്ട് പൈസ കടം തരാൻ വേണ്ടിയിട്ട്, അതായത് പൈസ തന്നു കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചു തരാനുള്ള ആ ഒരു കപ്പാസിറ്റി ആ ഒരു ബിസിനസ്സിനുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ കടം തരുന്ന വ്യക്തി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അതാണ് വെൻ എ പേഴ്സൺ വിഷസ് ടു ലെൻഡ് മണി ടു എ ബിസിനസ്. പിന്നെ ദ ഇൻവെസ്റ്റിഗേഷൻ മേ ബി കണ്ടക്റ്റഡ് ഓൺ ബിഹാഫ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ഫോർ അസസിങ് ടാക്സ് ലയബിലിറ്റീസ്, അതായത് ടാക്സ് ലയബിലിറ്റീസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇന്ന് നടത്താം, ഒരു ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാം. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഫോർ നോയിങ് ദ കോസ് ഓഫ് അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്, അതായത് പെട്ടെന്ന് തന്നെ ഒന്നൊക്കെ ലോസ് സംഭവിക്കുക അല്ലെങ്കിൽ പ്രോഫിറ്റ് സംഭവിക്കുകയും, അല്ലെങ്കിൽ ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ലോസ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു വ്യക്തിനെ പെട്ടെന്ന് അങ്ങോട്ട് അപ്പോയിൻറ്റ് ചെയ്തപ്പോൾ അവിടെ പ്രോഫിറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു വ്യക്തിനെ പെട്ടെന്ന് അവിടെ അപ്പോയിൻറ്റ് ചെയ്തപ്പോൾ ലോസ് സംഭവിച്ചു, അങ്ങനെ അബ്നോർമലായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത് എന്തുകൊണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം. പിന്നെ വെൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് നോട്ട് പ്രോപ്പർലി മാനേജ്ഡ്, അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് എന്ത് നടത്താം, ഇൻവെസ്റ്റിഗേഷൻ നടത്താമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഓക്കെ,
പിന്നെ നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് ഓഡിറ്റിംഗ് വേഴ്സസ് ഇൻവെസ്റ്റിഗേഷനും ഓഡിറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പഠിച്ച് വെക്കുക കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ബ്രീഫ്ലി ഇതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പഠിച്ച് വെക്കാം. അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താ? അസർട്ടൈൻ വെദർ ഓർ നോട്ട് ദി ബാലൻസ് ഷീറ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് കറക്റ്റ് പൊസിഷൻ. അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ കറക്റ്റ് പൊസിഷൻ അല്ലേ ഷോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഒരു ഓഡിറ്റിംഗ് നടത്തുന്നത്. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ സ്പെസിഫിക് പർപ്പസ്. അതിനൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? ഒരു സ്പെസിഫിക് ആയുള്ള ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ പർപ്പസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ എന്ത് നടക്കുന്നുണ്ടായിരിക്കും? ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ കണ്ടക്ട് ഓൺ ബിഹാഫ് ദ പ്രൊപ്രൈറ്റർ ഓഫ് ബിസിനസ്. അതായത് ഓഡിറ്റിംഗ് നടത്തുന്നത് ആരാണ്? പ്രൊപ്രൈറ്ററാണ്. ആരാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? പ്രൊപ്രൈറ്റർക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ തന്നെ പ്രൊപ്രൈറ്ററാണ് നടത്തുന്നത്, പ്രൊപ്രൈറ്റർക്ക് വേണ്ടിയിട്ട്. പിന്നെ മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ യൂഷ്വലി ടെസ്റ്റ് ചെക്കിംഗ് ആണ് നടക്കുന്നത്. ഇൻവെസ്റ്റിഗേഷനിൽ ത്രൂ എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, പിന്നെ വെദർ കമ്പൽസറി എന്ന് പറയുമ്പോൾ കമ്പൽസറി ഇൻ കേസ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പൽസറി. അതായത് ഓഡിറ്റിംഗ് നമ്മുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസിൽ എന്താണ്? കമ്പൽസറിയാണ്, നിർബന്ധമായിട്ട് നടത്തേണ്ടതാണ്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് നോട്ട് കമ്പൽസറി. കാരണം ഒരു സ്പെസിഫിക് പർപ്പസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് നടത്തേണ്ടത്? ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത്. ഓക്കെ, പിന്നെ പീരീഡ് കവേർഡ്, അതായത് ഓഡിറ്റിംഗ് ഇപ്പോൾ ഒരു ഓൺലി എ ഇയർ ഓർ 6 monthsലൊക്കെ ആയിരിക്കും ഓഡിറ്റിംഗ് നടത്തുന്നുണ്ടായിരിക്കുക. പക്ഷേ ഒരു 3 മാസത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്നാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോൾ 3 മുതൽ 7 വർഷം വരെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഡെപ്ത് സ്റ്റഡി തന്നെ നടത്തും. ഓക്കെ, പിന്നെ പേഴ്സൺ ഇൻസ്ട്രക്റ്റഡ് വിത്ത് ഓഡിറ്റർ. അതായത് ഓഡിറ്റിംഗ് നടത്തുന്നത് ഓഡിറ്റർ ആയിരിക്കും, എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ഇൻവെസ്റ്റിഗേറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഓഡിറ്റിംഗ് നടത്തുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ CA ആയിരിക്കണം. എന്നാൽ ഇൻവെസ്റ്റിഗേറ്റർക്ക് അങ്ങനെ ഒരു സ്പെസിഫൈഡ് ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷേ നല്ല നോളജും സ്കില്ലും ഒക്കെ ഉള്ള ഒരാളായിരിക്കണം എന്ത് നടത്തേണ്ടത്? ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത്. കാരണം എന്താ? അത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ്. അപ്പോൾ അവിടെ ഒരുപാട് ടെക്നിക്സും പ്ലാൻസും ഒക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും. സോ അവിടെ അത്രയും നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുമ്പോൾ ഓൾ അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് ഇപ്പോൾ നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ കേസിലൊക്കെ എല്ലാ പോളിസീസും പ്രൊസീജിയേഴ്സും അനുസരിച്ചിട്ടായിരിക്കണം, അതാണ് പറയുന്നത്. പിന്നെ നോട്ട് ഓൾ ബൗണ്ട് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒന്നും അവിടെ ഒന്നും വേണ്ട. പിന്നെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഓൺലി ആൻ എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മുടെ ഓഡിറ്റിങ്ങിന് ആ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള അത്രയുള്ള സ്കോപ്പ് തന്നെയുള്ളൂ. എന്നാൽ നമ്മുടെ ഇൻവെസ്റ്റിഗേഷന് വൈഡർ സ്കോപ്പാണുള്ളത്. ഓക്കെ, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്. അതായത് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ടായിരിക്കും. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ എന്തില്ല, അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഫോം ഒന്നുമില്ല, നോ സച്ച് ഫോം. പിന്നെ ആ ഒരു റിപ്പോർട്ട്, ഓഡിറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ചെയർമാന് അല്ലെങ്കിൽ MDക്കാണ്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ട് ആർക്കാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അത് ആരാണോ അദ്ദേഹത്തെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത്. അതായത് മേ ബി ഒരു പ്രൊപ്രൈറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആയിരിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ആരാണോ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഒബ്ജക്റ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ കുറേ പേരെ പറഞ്ഞില്ലേ, അതായത് കടം തരുന്ന വ്യക്തി, അതായത് ബാങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ വ്യക്തി, അതല്ല ഇപ്പോൾ ഞാനാണ് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്നെയായിരിക്കണം അവരെന്ത് ചെയ്യേണ്ടത്? ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഏൽപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? ഓഡിറ്റിംഗ് വേഴ്സസ് ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ ഡിഫറൻസ് പറയാനുള്ളത് കേട്ടോ, പഠിച്ചു വയ്ക്കുക. പിന്നെ സബ്മിഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, അത് ആരുടെ അടുത്താണ് സബ്മിറ്റ് ചെയ്യുന്നത്? ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ ദ ഇൻവെസ്റ്റിഗേറ്റർ ഹാസ് ടു പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് ദ റിപ്പോർട്ട് ടു ദ ക്ലയൻറ്റിന് വേണം അത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരാണ് ഈ ക്ലയൻറ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പറയുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ദി പർച്ചേസ് ഓഫ് എ ബിസിനസ്, ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് ഇൻകമ്മിങ് പാർട്ട്ണർ, ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് മാനേജ്മെൻറ്റ് വെർ ഫ്രോഡ് സസ്പെക്റ്റഡ്. നോക്കാം നമുക്ക്. ആദ്യത്തെയാണ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ദി പർച്ചേസ് ഓഫ് എ ബിസിനസ്. അതായത് ഞാനിപ്പോൾ ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതായത് ഓൾറെഡി ഇപ്പോൾ റണ്ണായിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ ആ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറയും. ഓക്കെ, അതാണ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ദി പർച്ചേസ് ഓഫ് എ ബിസിനസ്. ഹിയർ ദ ഇൻവെസ്റ്റിഗേറ്റർ ഇൻവെസ്റ്റിഗേറ്റ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് എ ബിസിനസ്, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, ഫ്യൂച്ചർ പ്രോസ്പെക്ട്, നെറ്റ് അസറ്റ് വാല്യൂ ഓഫ് ദി ബിസിനസ് എക്സെട്ര. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് ഇൻകമ്മിങ് പാർട്ട്ണർ. അതായത്
ഒരു ഇൻകമിങ് പാർട്ട്ണർ, അതായത് ഇപ്പോൾ ഞാനൊരു പാർട്ട്ണർഷിപ്പ് ഒരു കമ്പനിയിൽ ഒരു ഫേമിലോട്ട് ഞാൻ എന്താണ് ഒരു പാർട്ട്ണറായിട്ട് ഞാൻ ജോയിൻ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ആ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. അവിടുന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെ നിന്ന് എനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടും, അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ് ആ ഒരു ബിസിനസ്സിൻ്റെ, അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ദ ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് പേ സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ ഫോളോയിങ് ഏരിയാസ്. അപ്പോൾ ഞാനങ്ങനെ ഇൻവെസ്റ്റിഗേറ്ററുടെ അടുത്ത് ഞാനങ്ങനെ എന്താ ചെയ്യണം, ഒരു ബിസിനസ്സിലോട്ട് ഞാൻ പാർട്ട്ണർ ആവാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേറ്ററുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ ഇനി പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് പറയുകയാണ് ട്രൂ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി കമ്പനി. അതായത് അതിൻ്റെ ഇപ്പോൾ യഥാർത്ഥ പൊസിഷൻ, അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിഞ്ഞിട്ട് അത് ഇതാക്കണം. പിന്നെ പ്രോസ്പെക്റ്റേഴ്സ് ആൻഡ് ഫ്യൂച്ചർ പ്രോഫിറ്റ്, അതായത് ഭാവിയിൽ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് ഗുഡ് വില്ല്, അതിന് എത്രത്തോളമാണ് ആ ഒരു സൊസൈറ്റിയിൽ അതിൻ്റെ ഗുഡ് വില്ല് പറയുന്നത്, അതിനെക്കുറിച്ചിട്ട്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദി കമ്പനി, പിന്നെ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദി കമ്പനി, ദ പ്രൊപ്പോർഷൻ ഓഫ് ദി ക്യാപിറ്റൽ എക്സെട്ര. അപ്പോൾ ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് ഇൻകമിങ് പാർട്ട്ണർ. അതായത് ഒരു ഇൻകമിങ് പാർട്ട്ണർ ഒരു ബിസിനസ്സിലോട്ട് വരികയാണെങ്കിൽ അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. അതാണ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് എൻ ഇൻകമിങ് പാർട്ട്ണർ. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ ആ ഒരു ഇൻകമിങ് പാർട്ട്ണർക്ക് കൊടുക്കേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇത്രയും ഏരിയകൾ നമ്മൾ എന്തായാലും ഒരു ഇൻകമിങ് പാർട്ട്ണർക്ക് കൊടുക്കണം, ആ ഒരു ഇൻവെസ്റ്റിഗേറ്റർ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് മാനേജ്മെൻറ്റ് വെർ ഫ്രോഡ് സസ്പെക്ട്. അതായത് അവിടുത്തെ മാനേജ്മെൻറ്റിനും തോന്നുകയാണ് ആ ബിസിനസ്സിൽ എന്തൊക്കെയോ ഉടായ്പകൾ നടത്തുന്നുണ്ട്, അവിടെ ഫ്രോഡായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് മാനേജ്മെൻറ്റിന് തോന്നുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ മാനേജ്മെൻറ്റ് എന്ത് പറയും, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, when fraud is suspected in the business, an investigator is appointed by the management to investigate. ഒരു ഇൻവെസ്റ്റിഗേറ്റർ മാനേജ്മെൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യും ഇതിന് വേണ്ടിയിട്ട്, ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, the target of investigation will mainly depend upon the nature of the fraud and the system of accounting and internal checking operation in the business. അതായത് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിപ്പെൻഡ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി ഫ്രോഡ്, അതായത് ഏത് തരത്തിലുള്ള ഫ്രോഡാണ് അവിടെ ഉള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനെ അതെങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്, ഇൻറ്റേർണൽ ചെക്കും അതിൻ്റെ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിനൊക്കെ എങ്ങനെയാണ് അത് ബാധിച്ചിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. അതാണ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പിന്നെ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്, മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്, അതും കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ വേണമെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഇത് പഠിക്കാണ്ട് പോകരുത് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് അല്ല കാണിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഷോർട്ട് നോട്ടൊന്നുമല്ല, ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ടെക്സ്റ്റിലും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് ടെക്സ്റ്റ് കാണിക്കുന്നേക്കാൾ സുഖം ഇങ്ങനെ കാണിക്കുകയാണ്, കാരണം ടെക്സ്റ്റിൽ വാരി വലിച്ച് വെറുതെ അങ്ങ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, പറയാനാണെങ്കിൽ എനിക്കും ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഞാനിങ്ങനെ ഒരു ഷോർട്ട് നോട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.